ആസിഫ് ഖാൻ ഇവിടെ 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 ഇപ്പൊ ഈ കാർത്തിക് ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസം, ആസിഫ് അലി ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസങ്ങൾ കാർത്തിക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോ താടി ചൊറിയുന്നതായാലും അല്ലെങ്കിൽ ചില വളരെ കാഷ്വൽ ആയിട്ട് ആളുകളിൽ നിന്ന് ട്രൂത്ത് എടുക്കുന്നതായാലും അയാൾ വളരെ സാധാരണയായി ചോദിക്കുന്ന കാര്യത്തില പല പ്രധാനപ്പെട്ട ട്രൂത്തുകളും പുറത്തേക്ക് വരുന്നത്. ഈ അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണോ അതോ ഇതിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ടാക്കണം എന്നുള്ള രീതിയിൽ? ഇല്ല, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൊന്നും ഞാനായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. പക്ഷെ ജിസിന്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കാർത്തിക് എന്താണ്, കാർത്തിക് നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജിസിനുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തത് മാത്രം. പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത്. ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടിയ ആരെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ണ് എന്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ ആ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞല്ലേ ജിസ്റ്റോ പടത്തില് തോക്ക് കാണുന്നു, ചോര കാണുന്നു, മറ്റേ വാള് കാണുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും ഈ ജിസ്റ്റോ പടങ്ങളായിട്ട് വലിയ സാമ്യമില്ലാത്ത പരിപാടികളാണല്ലോ. നിങ്ങൾക്ക് എത്രമാത്രം ഫ്രഷ് ആയിരുന്നു അത്രയും എലമെന്റ്സുകൾ ഈ സെറ്റിലൊക്കെ കാണുമ്പോൾ? അല്ല, എനിക്ക് ചുവന്ന ലൈറ്റ് എനിക്ക് ആദ്യം ഇതിന്റെ ഞങ്ങളെ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ജിസ് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ജിസുമായിട്ട് ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജിസ് ജോയി. അപ്പോ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ആക്ടേഴ്സും നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലാസ് പൊളിക്കണം, നമ്മുടെ ക്യാരക്ടർ ആർക്ക് പൊളിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമല്ലോ. ഇത് ആദ്യം ജിസ് പറഞ്ഞില്ലേ, നമ്മൾ ആരും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് മാത്രം ഇപ്പൊ ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, ഓരോ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ഇത്രയും ഈ പറഞ്ഞ വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിലിംഗിലേക്കും ഇത്രയും കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വളരാനുള്ള ഒരു കാരണം. പിന്നെ ഇതില് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ എഡിറ്റർ സൂരജിനെ പറ്റിയിട്ടാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്ത്, അപ്പൊ തീർച്ചയായിട്ടും രണ്ട് പ്രൊഡ്യൂസേഴ്സിനോട് പറയണം. കാര്യം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു വർഷം എടുത്തു ഇതിന്റെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ. ആ സമയം മുഴുവൻ ഇതിന്റെ എഡിറ്റിലാണ് ഡയറക്ടർ ജിസ് ജോയിയും ഇതിന്റെ എഡിറ്റർ സൂരജും സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും ഒരു 4 മണിക്കൂർ വെച്ച് ജിസ് ജോയി ആ എഡിറ്റ് സൂട്ട് പോയിരുന്ന് ഇതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സൂരജിന്റെ കോൺട്രിബ്യൂഷൻസ് ഇതിന്റെ അകത്തുണ്ട്. ഈ പറഞ്ഞ 8 മാസം ജിസിന് കൊടുത്ത് ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ കൈയടി അറിയിക്കുന്നത്. ഓ കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് കണ്ണീരൊക്കെ വന്നു. അപ്പൊ ഹിറ്റ് ഓൾറെഡി ആസ്വദിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഫാമിലി അടക്കം എന്റെ ഫാമിലി എന്റെ ഹിറ്റ് ആദ്യം കാണണം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഹിറ്റ് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 15 വർഷം ആവാറായി. ഇതുവരെ എന്റെ വാപ്പവും അമ്മയും എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ അതെ, അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയട്ടെ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ. അപ്പൊ ഞാൻ ജിസിന്റെ കൂടെ ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ സുഹൃത്തു കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു.
അപ്പൊ ഇത് എങ്ങാനും കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് അതെ വാപ്പനും ഉമ്മ അവര് തൊടുപുഴയിൽ നിന്ന് വന്നു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. അതിലെ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ആസിഫ് ഇപ്പൊ അജിത്തിന്റെയും വിജയന്റെയും സിനിമകൾ വരെ വലിയ രീതിയിൽ റിവ്യൂ ചെയ്യുകയും അതിന് നല്ല രീതിയിൽ പ്രഹരശേഷിയോടുകൂടി തന്നെ റിവ്യൂ ചെയ്യുന്ന ആളാണ് ഈ ബ്ലൂ സെട്ടൈമാരൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു റിവ്യൂ. അപ്പൊ അതിന് ആള് വളരെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് തലവന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മഞ്ഞമ്മലിന് ശേഷം ആസിഫിക്ക് അവിടെയും ഉണ്ട് പിടി അങ്ങനെ ഒരു അല്ല ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ ഞാൻ ഫോണില് ഫേസ്ബുക്കിൽ ഇങ്ങനെ റിവ്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് രാവിലെ ശരണാണ് എനിക്ക് അത് അയച്ചു തന്നത്. അത് ഭയങ്കര വലിയൊരു സൈനാണ് അവിടെ ചെന്നൈയില്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പം എന്റെ അടുത്ത് കഴിഞ്ഞ ഈ 2 സിനിമകളുടെ പ്രൊമോഷൻ ടൈമിൽ ചോദിച്ചു ഈ അന്യഭാഷാ സിനിമകളിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ലെന്ന്. അതിനുള്ള ഉത്തരം ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നുണ്ട് അങ്ങോട്ട്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ മുഴുവൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ സിനിമകൾ ചെയ്യാൻ മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എല്ലാ തരം സിനിമകളും നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ബാക്കി അന്യഭാഷകൾ സംസാരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി അങ്ങനെ സഞ്ചരിക്കട്ടെ. മലയാള സിനിമ ഡബ് ചെയ്യപ്പെടാതെ മലയാള സിനിമയായിട്ട് തന്നെ എല്ലാ തിയേറ്ററുകളിലും പ്ലേസ് നമ്മൾ ഹിന്ദി സിനിമ കാണുന്ന അതേ എക്സൈറ്റ്മെന്റിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റട്ടെ.